ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അതിരാവിലെ കുളിച്ചൊരുങ്ങി വാസ്കോ പട്ടണം കാണാൻ പോയ കഥയാണ്. ഞാൻ ഗോവയിൽ വന്നിട്ട് കുറേ നാളായെങ്കിലും ഇതുവരെ വാസ്കോ സിറ്റി കണ്ടിട്ടില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. 3-4 കാര്യങ്ങളുണ്ട് ലിസ്റ്റിൽ. എത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. അങ്ങനെ പോണ വഴിക്ക് കണ്ടതാണ് ഈ സ്ഥലം. ഇത് സംഗ്വാൾ എന്നാണ് പറയുക. നല്ല രസമാണ്. കേട്ടോ നല്ല രസമുണ്ടായിരുന്നില്ലേ? ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ട്രെയിനിൽ പോകുന്നു, അപ്പുറത്തെ സൈഡ് ഫുള്ള് കടലാണ്. കടൽ ഫുൾ ബോട്ടും ഷിപ്പും ഒക്കെ ഉണ്ട്. നടുക്കിലേ സൈഡിലൊക്കെ ആയിട്ട് തെങ്ങും മരങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ പോകുന്നത് അവിടേക്കല്ലായിരുന്നു, വാസ്കോയിലേക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കണ്ടു. അതാണ് ഇത്രയധികം വീഡിയോ തന്നെ. ഫുള്ള് കണ്ടു. എപ്പോഴാണോ ഇത് തുടങ്ങി അത് കഴിയുന്നവരെ ഞങ്ങളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. അതിന് ഓരോ പ്രാവശ്യം ഓരോരുത്തരായിട്ട് പോകണമെന്ന് ഞാൻ അജണ്ട ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അത് സ്ഥലത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ കല്ലൊക്കെ ഉള്ള പാറകളൊക്കെ ഉള്ള പോലത്തെ ബീച്ചുകളുണ്ടാവുമല്ലോ, അങ്ങനത്തെയാണ് കേട്ടോ ഇവിടുത്തെ കൂടുതലും ബീച്ചുകളും. ഇത് കണ്ടോ, താഴെ മുകളിൽ ട്രെയിനാണ്, താഴെയാണ് ഈ ബീച്ച്. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ ഹൈറ്റിലാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, അങ്ങനെ കാണാം അതിനെ. ബീച്ച് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. ഷിപ്പൊന്നും അത്ര വൃത്തിയായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ കുറേ ദൂരെയാണ്. പിന്നെ ഞങ്ങൾ കാലത്തല്ലേ പോകുന്നത്, നല്ല വെളിച്ചമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതും അതുപോലെ വേറൊരു സ്ഥലമാണ്. ഇത് വാസ്കോ സിറ്റി എത്തി കേട്ടോ. സിറ്റി എത്തി നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്ത് കടലാണ്. എന്താ രസമല്ലേ! എനിക്കും അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വല്ലാണ്ട് ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം തൊട്ടടുത്ത് കടലാണ്, വളരെ അടുത്ത്. നേരത്തേതിനെക്കാട്ടും അടുത്തായിരുന്നു ഇത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വാട്ടർ സ്പോർട്സ് ചെയ്യുന്നു ആൾക്കാരവിടെ. പിന്നെ കുറേ ചെറിയ ബോട്ടുകൾ, ആൾക്കാർ, ഫുള്ള് ഇങ്ങനെ ആ ബീച്ച് മൊത്തം ഇങ്ങനെ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും. അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പരന്ന് കിടക്കണ പോലെ അങ്ങനെ കിടക്കുമായിരുന്നു. എന്ത് രസമാണ് എനിക്ക് പറയാൻ അറിയുന്നില്ല. ഇനിയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാസ്കോയിൽ തന്നെ അടുത്തുള്ളതാണ്. ഒരു ബീച്ചാണ്, ജാപ്പനീസ് ഗാർഡൻ. ഇവിടുത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നമുക്ക് അടിയിൽ എന്താണെന്ന് വരെ കാണാൻ പറ്റും. അത്രയ്ക്ക് ഇതാണ്. ശരിക്കും ഞങ്ങൾ ഇവിടെ ബീച്ചിൽ ഇറങ്ങിയില്ല. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അത്രയും സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും ഇറങ്ങും. അത്ര നല്ല സ്ഥലമായിരുന്നു. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും വരാം. ബൈ, സി യു.